ഹായ്, ഞങ്ങളുടെ ടീമിൽ നിന്ന് എവിടേക്ക് പോകണമെന്ന് മനസ്സിലായ? ഇന്ന് ഞങ്ങളൊരു സക്സസ് സ്റ്റോറി പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിലും കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. അങ്ങനെ 2024 ഒരു സിവിൽ സർവീസ് വിന്നറായി. അതെ, ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ, സാധാരണക്കാര മക്കൾ. അപ്പോൾ അവർക്കും ഈ പരീക്ഷ എഴുതുന്നതിനെ പറ്റി അല്ലെങ്കിൽ എഴുതാനുള്ള സാഹചര്യത്തിനെ പറ്റി ഉള്ള അഭിപ്രായം എന്താ? അപ്പോൾ ഗ്രാമങ്ങളിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെക്കൊണ്ടും പറ്റുന്നൊരു കാര്യമാണിത്. പക്ഷേ എനിക്കങ്ങനെ സ്വപ്നം കാണാൻ ധൈര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികൾക്കും സിവിൽ സർവീസ് അല്ല അതിലും വലിയ നേട്ടങ്ങളിൽ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗംഗ, ഈ സിവിൽ സർവീസ് പഠിക്കാനായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഏത് ക്ലാസ്സിലാണ് അതിനുള്ളൊരു സ്പാർക്ക് ഉണ്ടായത്? ഞാൻ ഡിഗ്രിക്ക് ശേഷമാണ് സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബി.എസ്.സി ബോട്ടണി ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയായിരുന്നു. ഗംഗ എങ്ങനെയാണ് ഈ സമയത്തുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ അതേപോലെ മെൻ്റൽ ടെൻഷനും ഒക്കെ മാനേജ് ചെയ്തത്? ഇതിനകത്ത് ശരിക്കും ഒരുപാട് മെൻ്റൽ ടെൻഷൻ ഇല്ലേ ഈ പരീക്ഷയ്ക്ക്? എത്ര പരീക്ഷകൾ എഴുതണം? ഇതിന് 3 സ്റ്റേജസ് ആണുള്ളത്. പ്രിലിമിനറി, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറി ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെയിൻസിന് 9 പരീക്ഷയുണ്ട്. അത് എഴുതി അത് ക്ലിയർ ചെയ്യുന്നവർക്കാണ് ഇന്റർവ്യൂ കോള് കിട്ടുന്നത്. എത്ര സമയം പഠിക്കുമായിരുന്നു ഒരു ദിവസം? ഒരു ദിവസം 10 തൊട്ട് 12 മണിക്കൂർ വരെ പഠിക്കും. അത്രയും ബുദ്ധിമുട്ടാണ് ഇത് പാസ്സായി വരാനല്ലേ? പിന്നെ മെൻ്റലി നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന കാര്യം ഡിസിപ്ലിൻഡ് ആയിട്ട് റൂട്ടീൻ കീപ്പ് ചെയ്യുക എന്നായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ എഴുതും. ഓരോ കാര്യം എത്ര ടൈമിൽ ചെയ്തു തീർക്കും എന്നൊരു വ്യക്തമായിട്ടുള്ളൊരു ടൈം ടേബിൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അത്ര സ്ട്രെസ്ഡ് ആവുകയില്ല. ഞാൻ ചെസ്സ് കളിക്കുമായിരുന്നു. അതെ, പിന്നെ സ്റ്റുഡൻസിനെ അവിടെ മെൻറ്റർ ചെയ്യായിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ് ആയിട്ട്. ഓക്കെ, താങ്ക് യു. ഇതിൽ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഏത് സബ്ജക്റ്റ് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? സിവിൽ സർവീസിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. അതിപ്പോൾ ഏത് ഗ്രാജുവേഷൻ ആയാലും അതിനെ ഒരു ലെവലിലാണ് UPSC കാണുന്നത്. അപ്പോൾ നമുക്ക് സയൻസ് +2 സയൻസ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം. നമ്മൾ എന്ത് പഠിച്ചാലും അത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എത്താനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഏത് ക്ലാസ് തൊട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എന്താണ് ഒരു ചെറിയ സ്റ്റെപ്പ് ഇത് തുടങ്ങി വെക്കാൻ എന്നുള്ളതാണ്. ഇതിനോടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പത്രം വായിക്കാൻ, നമുക്ക് സമൂഹത്തെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ള സിലബസ് അവർക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. ഇവിടെ വന്നതിലും കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലെല്ലാം ഒത്തിരി സന്തോഷം.